പിടിയിലായ ഇവനത് വേറെ. ഇവന്റെ വാൽത്തൂക്ക് നേരത്തെ ഞാൻ ഊരണമെന്ന് വിചാരിച്ചതാ. ഒരു സാധനം വണ്ടിയിലിട്ട കാണൂല. 12-10 സ്പാൻഡ് അല്ലാതെങ്കിൽ ഇപ്പൊ വണ്ടി ഓടിച്ച് വീട്ടിൽ പോകായിരുന്നു. അതെങ്ങനാ പട്ടാപ്പകല് കർത്താവ് വരെ കട്ടിലടി കിടക്കുന്ന കാലമാ. എന്നാ പിന്നെ ആ 12-10 സ്പാനർ കർത്താവിനോട് തന്നെ ചോദിച്ചാലെന്ത്? ചോദിച്ചാ തരുന്ന കർത്താവാണെന്ന് എനിക്കങ്ങനെ അറിയാം. കർത്താവിന് അങ്ങനെയൊന്നുമില്ല. 12-10 അല്ല 20-25 വരെ കർത്താവ് കൊടുക്കും. എങ്കിൽ പിന്നെ കർത്താവ് സോറി മത്തായി, 2 വണ്ടിക്കും കൂടി ഒരു സ്പാനർ പോരെ. അത് പിന്നെ ആ സ്പാനറിന് ഈ വണ്ടിയോട് താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ അറിയും? അത് ഈ വണ്ടി വിചാരിച്ചാലേ നടക്കൂ. അവസാനം ഈ വണ്ടി ഷെഡിൽ കയറ്റരുത്. അങ്ങനെ ഷെഡിൽ കയറിയ ഈ 2 വണ്ടി ഒരുമിച്ച് ഷെഡിൽ കയറും. എങ്കിൽ പിന്നെ ഉറപ്പ്. അയ്യോ. എന്നാ നമുക്ക് ആ സ്പാനറിന്റെ അടുത്തേക്ക് ചെല്ലാം. വാ. നീ ഇനി ഒന്നും പറയണ്ട കത്രി. നിനക്ക് എന്നോടുള്ള അത്രയും സ്നേഹം അന്തപ്പനോടില്ലെങ്കിലും കുറച്ചൊക്കെ സ്നേഹം ഇവനോടും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ഈ ജീവിത സൂചിക വെച്ച് നോക്കുമ്പോ നമുക്ക് രണ്ടാൾക്ക് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രണയത്തെക്കാൾ വലുതാണ് വിശപ്പെന്ന് നന്നായിട്ട് അറിയാവുന്നവനാണ് ഈ മത്തായി. അതെ, വിശപ്പ് പടിവാതിലൂടെ കടന്നു വരുമ്പോ പ്രേമം ജനൽപ്പഴുതിലൂടെ ഓടിക്കളയുമെന്നാണ് മഹാനായ യാചകൻ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്. യാചകൻ ചക്രവർത്തിയല്ല, ഷാജഹാൻ ചക്രവർത്തി. അങ്ങേര് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കത്രി എതിരൊന്നും പറയരുത്. ഞങ്ങളെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് ഈ കൈയടിച്ച് സമ്മതിക്കണം. അയ്യോ, ഒരു പെണ്ണെങ്ങനെ 2 പേരെ കല്യാണം കഴിക്കുന്നേ? പാഞ്ചാലിയായ സീത അർജുനനെ പോലിരിക്കുന്ന 5 ഭീമന്മാരെ ഒന്നിച്ച് കല്യാണം കഴിച്ച് താമസിച്ചു. സീതയല്ല, പാഞ്ചാലി. പാഞ്ചാലി എങ്കിൽ പാഞ്ചാലി. പിന്നെയാണോ മുരിങ്ങയ്ക്ക പോലിരിക്കുന്ന ഞങ്ങൾ 2 പേരും? ആ പാഞ്ചാലി എന്ത് ഭാഗ്യവതിയാ. ഒരു സാരി ചോദിച്ചാൽ 5 സാരി കിട്ടും. അയ്യോ, അവരെന്താവശ്യപ്പെട്ടാൽ 5 എണ്ണം വീതം കിട്ടും. ചതിച്ചോ? ഇനി 3 പേരെ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ? എന്തിന്? നമ്മൾ 2 പേര് പോരെ? 5 അല്ല 10 സാരി വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഈ വിവാഹത്തിന് സമ്മതിച്ചു ഒന്ന് പറ കത്രി. സമ്മതിച്ചു. പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹം ആർക്കാണ് ഗർഭം? 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭമല്ലേ? സോറി എത്ര നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും പറഞ്ഞ കാര്യങ്ങൾ കുളമാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. കമാൻ. ആനിക്കൊച്ചിന്റെ തന്ത താനാണെന്ന് കുട്ടപ്പായി മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ചി. ഇത് കണ്ട ഇനി ആനിക്കൊച്ചി താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. ചെല്ലി. അന്തപ്പം വരുന്നില്ലേ? അന്തപ്പൻ ഇവിടെ നിക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല, അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി. അല്ല, ആരാ? എന്റെ പേര് ദീനാമ്മ. ഇതെന്റെ മോളാ ആനി. കുട്ടപ്പായി മുതലാളി ഒന്ന് കാണാൻ വന്നതാ. ഓ, മോളെ കെട്ടിക്കാൻ സഹായം ചോദിച്ചു വന്നായിരിക്കും. അവൻ ഇവിടെ ഇല്ലല്ലോ. എടി വത്സമ്മേ, 10-100 രൂപയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. മോളെ കെട്ടിക്കാൻ പിച്ചക്കാശ് ചോദിച്ചു വന്നതല്ല ഞാൻ. അവളെ ഇവിടെ നിർത്തിട്ട് പോകാൻ വന്നതാ. ഇവിടെ നിർത്താനോ? അതെ, ഇവിടെ അപ്പന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ ഇവിടെ നിൽക്കേണ്ടത്? പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് അവൻ താലി കെട്ടിക്കൊണ്ടുന്നോൾ ഇവിടെ ഉണ്ട്. അവന്റെ സ്വത്തും പണവും മോഹിച്ച് മണിമാളികയെ പൊറുക്കാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ആരുടെയും കെട്ടുതാലി പൊട്ടിക്കാനും മണിമാളിക താമസിക്കാനും അല്ല ഞങ്ങളോട് വന്നത്. എന്റെ മോക്കൊരു ജീവിതം വേണം. അവളുടെ തന്ത വലിയ പ്രമാണിയായിട്ട് ഇവിടെ വാഴുമ്പോ ഇത്രയും കാലം ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എന്റെ മോള് കഴിഞ്ഞത്. ഇറങ്ങി പോകുന്നുണ്ടോ നീ? അപ്പന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുമോന്ത കണ്ടാൽ അറിയാം മറ്റേനവാന്ന്. കണ്ടവന്റെ പുറകെ ഓടി നടന്ന് ആരാന്റെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി, ഇല്ലെങ്കിൽ ചൂലെടുത്തിയ മോത്തടിക്കും. ചേർന്നേ. കുട്ടപ്പായിയെ നാറ്റിക്കാൻ കൊണ്ടുവന്ന വിഴുപ്പിനെ തന്നെ ചുമക്കുക. കൊള്ളാം, ആദർശവാദി. എന്നാ പിന്നെ ഒരു സമൂഹ വിവാഹ ചടങ്ങ് വെച്ച് തന്നെ ആയിക്കൊണ്ടാ പത്രത്തിൽ പടം വരും. ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തരാൻ പാടില്ല. ഓ, അത്രയ്ക്ക് ത്യാഗം ചെയ്യാൻ നീ ആര് പുണ്യാളച്ചനോ? പിഴച്ച പെണ്ണുങ്ങൾ വേറെ നാട്ടിലുണ്ട്. നീ എന്ന് അവരുടെ മക്കളെ കെട്ട്. അപ്പച്ച സണ്ണിച്ചായം കാരണം ആ തള്ളയും മോളും കുട്ടപ്പായി കയറി കേസ് കൊടുത്ത്. കേസ് ഒട്ട് ജയിച്ചില്ല. അവർക്കാണെങ്കിൽ നാണക്കേടോട് പുറത്തിറങ്ങാൻ വയ്യ. ഓടാ, നിന്നെ ആരും കൊണ്ട് വിളിച്ചില്ലല്ലോ. ചേട്ടന് വെക്കാലത്ത് പറയാ ഒരു പോലീസ് സൈന്യം വന്നിരിക്കുന്നു. എന്റെ കൊക്കിന് മോള് ജീവനോടത്തോളം കാലം ഈ കല്യാണം നടക്കില്ലടാ. അഥവാ അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീടിനെ പടിക്ക് പുറത്തിറങ്ങിക്കോണം.
നിങ്ങൾ എന്നതായി പറയുന്നത്? കല്യാണ കാര്യത്തിലെങ്കിലും പിള്ളേരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ബേവിച്ചന്റെ കാര്യത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി സണ്ണച്ചനെ കൂടെ ഇവിടുന്ന് ഇറക്കി വിടണോ? നീ ഒരുത്തിയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ഇവന്റെ ചേട്ടന്റെ പുറകെ പോകാൻ ഇഷ്ടമെങ്കിൽ ഇവനും പോട്ടടി. അച്ചായ, നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഞാൻ പള്ളി വരെ ചെന്ന് അച്ഛനുമായിട്ടും സംസാരിക്കാം. അച്ഛൻ പറഞ്ഞ അപ്പച്ചനെതിര് പറയത്തില്ല. ആ, കുട്ടപ്പായിച്ചത് ഭ്രാന്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ കോടതി നാട്ടുകാരും തള്ളിക്കളഞ്ഞ ഈ കേസ് ഇച്ചാനായിട്ട് വീണ്ടും കുത്തിപ്പൊക്കൂ. അത് ഇച്ചായന്റെ 18ാമത്തെ അടവല്ലേടാ. സണ്ണി അവളെ കെട്ടിയാ പിന്നെ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? അത് ഒഴിവാക്കാനായിരിക്കും അച്ചായനെ കളി കളിച്ചത്. അവള് മോള് തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവരെങ്ങനെ അപ്പീലിന് പോയാൽ കേസിന് ബലം കൂടുകയുള്ളൂ. നീ പറഞ്ഞ ശരിയാ. പക്ഷേ കോടതിയെക്കാളും കുട്ടപ്പായച്ചൻ എനിക്കിപ്പോ പേടി. ഇനി മനസ്സ് മാറി അവളെ അങ്ങ് മകളായിട്ട് അംഗീകരിച്ചാലേ സംഗതി പ്രശ്നമാവും. നീ എന്താ ഉദ്ദേശിച്ചേ? നിന്റെ തലയിലെന്താ ചകിരിച്ചോറ? ഡാ, കുട്ടപ്പായച്ചന് പഴയ കുറ്റിയോട് മോളോട് സ്നേഹം തോന്നി തുടങ്ങിയാ പിന്നെ അങ്ങോട്ട് പണ്ടവും പണവും ഒഴുകാൻ ഒരു കോടതി വിധിയുടെ ആവശ്യമില്ല. സ്വത്ത് ഭാഗം വെക്കാത്തോണ്ട് കുട്ടപ്പായച്ചൻ കൊടുക്കുന്ന 1 രൂപയിൽ 75 പൈസ നമ്മുടെയാ. അത് നമ്മൾ ഓർക്കണം. അതിനെന്നാ ചെയ്യണമെന്നാ ഇച്ചായൻ പറയുന്നേ? അവളെ അങ്ങ് തട്ടണം. അവളെ കൊന്ന കുറ്റത്തിന് കാഞ്ഞിരപ്പള്ളി സണ്ണി അകത്താകുകയും ചെയ്യും. മുതലാളി, മുതലാളി, എന്റെ മോളെവിടെ? മോളോ? നിങ്ങളുടെ മോൾ ഇവിടെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ജീപ്പെ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടവരുണ്ടല്ലോ. ഞങ്ങളുടെ ജീപ്പിലോ? എന്തിനാ എന്റെ മോളെ ഉപദ്രവിക്കുന്നത്? അവളെവിടെയാ? തള്ള ഇവിടെ കാണാൻ തൊള്ള തുറക്കല്ലേ? നിങ്ങളുടെ മോളെ ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല. നീ എന്നതാടി പെണ്ണെ വന്ന് പറയുന്നത്? നിന്റെ മോളെ ഇവിടെ ആരും കട്ടുകൊണ്ട് വന്നിട്ടില്ല. അവളെ അവിടെ പുതിയ തന്തയുടെ വീട്ടിൽ കാണും. നീ അങ്ങോട്ടല്ലേ? അയ്യോ, ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കാം? ഇതിലെന്തോ ഒരു ചതി ഉണ്ടല്ലോ അമ്മച്ചി. ഇതും ആ കുട്ടപ്പായുടെ തന്നെ ഒരു നമ്പർ ആവാനാണ് സാധ്യത. നീ ഈ ചതി നമ്പർ ഒന്നും അന്വേഷിക്കണ്ട. മര്യാദക്ക് കേറിപ്പോ. പോകാൻ. റാസ്കൽ, ഒരു പീറ പെണ്ണിനെ പിടിച്ചോണ്ട് വരാൻ പറ്റാത്ത പോടാ. ഇച്ചായ, എനിക്കൊരു ഡൗട്ട്. ഇത് കുട്ടപ്പായിച്ചന്റെ ഒരു ഇടക്കമണിയാണെങ്കിലോ? ഇച്ചായനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്തായാലും അവള് പുള്ളിക്കാരന്റെ മോള് തന്നെയാണേ. ശകലവേലും സ്നേഹം കാണാതിരിക്കത്തില്ല. അപ്പൊ കാഞ്ഞിരപ്പള്ളിക്കാര് വല്ല വേല ഒപ്പിക്കുമെന്ന് തോന്നിയിട്ട് ഇച്ചായൻ തന്നെ അവളെ മാറ്റിയതാണെങ്കിലോ? ഹലോ, അതെ, പോലീസ് സ്റ്റേഷൻ. ഇത് ഞാനാണ് സാർ. ആ, ഞാനെന്ന് പറഞ്ഞ ആരാണ് മിസ്റ്റർ? നിങ്ങൾക്ക് പേരൊന്നുമില്ലേ? സാറിന് ഒരു പ്രധാനപ്പെട്ട വാർത്ത തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത്? പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ. സാർ, രാജഗിരിക്കടുത്തുള്ള കുന്നത്തുമല ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാത്രി 12 മണിക്ക് കഞ്ചാവ് നിറച്ച ഒരു ലോറി എത്തും. അവിടെ കൈക്കൂലി കൊടുത്ത് ആ ലോറി കേരളത്തിലേക്ക് കിടക്കും. ലോറി നമ്പർ KLE 7761. ഉടമ ആരാണെന്നറിയണ്ടേ? കല്ലൂക്കാരൻ കുട്ടപ്പ.